മോട്ടോർ ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് റേ ZR ഹൈബ്രിഡ് മോഡലാണ്. അതിൻ്റെ 2024 ഇറങ്ങാൻ പോകുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. നമ്മളിന്ന് കാണിക്കുന്നത് മോൺസ്റ്റർ എഡിഷനാണ്. ഇതിൻ്റെ വൈസർ വരുന്നത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിംഗ് ആണ്. അതിന് താഴെയായിട്ട് മാറ്റ് ബ്ലാക്ക് ഫിനിഷിങ്ങിൻ്റെ നടുവിൽ വൈ ഷേപ്പിലൊരു ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ബ്ലൂ കോർ ഹൈബ്രിഡ് എന്നുള്ളൊരു യമഹയുടെ ഒരു സ്പെഷ്യൽ ബാഡ്ജിങ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ ഫുള്ളി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള 2 ഹാലജൻ ബൾബുകൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററാണ് ഇത് കാണിച്ചത്. നമ്പർ പ്ലേറ്റിൻ്റെ പോർഷനിൽ യമഹയുടെ മോൺസ്റ്റർ എഡിഷൻ്റെ സ്പെഷ്യൽ ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പ്ലിറ്റ് ടൈപ്പ് LED ഹെഡ്ലൈറ്റ്സ് ആണ് ഈ വാഹനത്തിന് കമ്പനി നൽകിയിട്ടുള്ളത്. ഇത് LED ഹെഡ്ലൈറ്റ്സ് ആയതുകൊണ്ട് തന്നെ വൈറ്റ് കളർ പ്രകാശമായിരിക്കും അത് എമിറ്റ് ചെയ്യുന്നത്. സിറ്റി ട്രാഫിക്കിൽ യൂസ് ചെയ്യാനായിട്ട് ബെറ്ററാണ്. ലോങ് ഡ്രൈവ്, അതായത് ഹില്ലി ഏരിയയിലൊക്കെ പോകുമ്പോൾ അത് നമുക്ക് വിഷനെ കുറച്ച് ബാധിക്കുന്നതാണ്. ഹെഡ്ലൈറ്റിന് താഴെയായിട്ടൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ റേ ZRൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ മഡ് ഗാർഡ് വരുന്നത് ഗ്ലോസി ബ്ലാക്ക് കളർ ഫൈബർ മെറ്റീരിയലിലാണ് ഇതിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മഡ് ഗാർഡ് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ വരുന്നത് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. അതായത് അത്യാവശ്യം ബമ്പ് കാര്യങ്ങൾ വന്നാൽ തന്നെയും റൈഡറിന് അതിൻ്റെ ചാട്ടൊന്നും ഫീൽ ചെയ്യില്ല. വാഹനത്തിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ സൈസ് വരുന്നത് 12 ഇഞ്ച് അലോയ് വീൽസാണ്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് കമ്പനി ട്യൂബ്ലെസ് ടയേഴ്സാണ് വാഹനത്തിന് കൊടുത്തേക്കുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ UBS ബ്രേക്കിങ്ങിൻ്റെ സപ്പോർട്ടൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ ബ്രേക്ക് പിടിച്ചാൽ തന്നെ അതിന് പ്രൊപ്പോർഷണലായിട്ട് മറ്റേ സൈഡിലും ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ഒരുപോലെ തന്നെ അപ്ലൈ ആവുന്നതാണ്. നമുക്ക് സേഫായിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നിർത്താനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതൊരു മോൺസ്റ്റർ എഡിഷൻ സ്കൂട്ടർ ആയതുകൊണ്ട് 4 പാടും മോൺസ്റ്റർ എനർജി പറഞ്ഞിട്ട് അതിൻ്റെ ബാഡ്ജിങ് ഫുള്ള് കൊടുത്തിട്ടുണ്ട്. വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്സ് ആണ് വാഹനത്തിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്രേക്ക് കാലിപ്പറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്സ് ആകുമ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ എയർ പാസ് ചെയ്യുന്നതുകൊണ്ട് ബ്രേക്കിംഗ് കുറേ കൂടി എഫക്റ്റ് ആവും. പിന്നെ ചൂടായി ബ്രേക്ക് പാഡ്സ് പെട്ടെന്ന് കത്തി തീരാതിരിക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസും കാല് വെച്ചിരിക്കാനുള്ള സ്പേസും വാഹനത്തിന് നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, ഫെൻഡറിൻ്റെ അകംഭാഗം ഏകദേശം ഒരു ന്യൂ ജനറേഷൻ ടൈപ്പാണ്. കുറച്ചുകൂടി എയറോഡൈനമിക് ആയിട്ട് എയർ കട്ട് ചെയ്ത് പോകാനുള്ള രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മീറ്റർ കൺസോളിൽ ബ്ലൂടൂത്ത് സപ്പോർട്ട് ഉണ്ട്. അതുകൂടാതെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ കോളിൻ്റെയും SMS-ൻ്റെയും അലേർട്ട് വരും. ബാറ്ററി ചാർജിൻ്റെയും അലേർട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ സ്മാർട്ട് മോട്ടോർ സ്റ്റാർട്ടിംഗ് ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട് വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടിംഗ് ആണ് വാഹനത്തിൻ്റേത്. നമ്മൾ വണ്ടി സ്റ്റാർട്ടായി തന്നെ തീരെ അറിയാൻ പറ്റത്തില്ല. സ്വിച്ചസിനെല്ലാം തന്നെയും അതിപ്പോൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ആയാലും സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് ആയാലും അതുകൂടാണ്ട് അപ്പുറത്തെ സൈഡിൽ ഇൻഡിക്കേറ്റർ ലൈറ്റ്സിൻ്റെ എല്ലാം സ്വിച്ച് എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് വാഹനത്തിന് കൊടുത്തേക്കുന്നത്. ഒരു കുറച്ചുകൂടി അപ്പർ ക്ലാസ് ഫീല് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഈ വാഹനം തന്നെ വളരെയധികം യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു ഷേപ്പും സ്റ്റിക്കർ വർക്കും പെയിൻറ്റിങ്ങുമാണ്. അപ്പോൾ അതുകൊണ്ട് ആ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലാണ് ഇത് കൂടുതൽ പ്രചാരത്തിലുള്ളത്. അതിൻ്റെ ഈ ഡിസൈനും ഗ്രാഫിക്സും കാര്യങ്ങൾ തന്നെയാണ് ഇതിനെ ഇത്രയധികം യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇഷ്ടപ്പെട്ടൊരു വാഹനമായിട്ട് മാറ്റിക്കുന്നത്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മൈലേജാണ്. നമുക്കൊരു 55-നും 60-നും ഇടയിൽ മൈലേജ് വാഹനം തരുന്നുണ്ട്. വാഹനത്തിൻ്റെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വലിയ സീറ്റാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. 2 പേർക്കല്ല, ഏകദേശം 3 ആളുകൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. നല്ല വീതിയുള്ള സീറ്റാണ്. അതുകൂടെ സീറ്റിൻ്റെ സ്റ്റിച്ചിങ്ങും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്. സ്കൂട്ടറിൻ്റെ റിയർ ഗ്രാബ് വരുന്നത് മാറ്റ് ബ്ലാക്ക് അല്ല, ഈ പ്രാവശ്യം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് വന്നിരിക്കുന്നത്. അത് ഈ മോൺസ്റ്റർ എഡിഷൻ സ്കൂട്ടറിന് മാത്രമാണ് ഗ്ലോസി ബ്ലാക്ക് വരുന്നത്. ബാക്കി എല്ലാ സീരീസിലും മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് വാഹനത്തിന് കിട്ടിയിരിക്കുന്നത്. റേ ZRൻ്റെ ബാക്ക് സൈഡിലെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ അതിൻ്റെ ടെയിൽ ലൈറ്റ്സും അതുപോലെ തന്നെ ബാക്ക് മഡ് ഗാർഡ്, ടെയിൽ ലൈറ്റിൻ്റെ കവറിങ് കാര്യങ്ങളെല്ലാം തന്നെ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ്. വളരെയധികം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഹാലജൻ ബൾബ്സ് യൂസ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഹാലജൻ ലൈറ്റ്സ് തന്നെയാണ് വാഹനത്തിൻ്റെ ടെയിൽ ലൈറ്റ്സിലും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ രാത്രിയായാൽ പോലും വളരെയധികം വിസിബിലിറ്റി കിട്ടാനായിട്ട് ഇത് ബാക്കിൽ വരുന്ന പാസഞ്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്പർ പ്ലേറ്റിൻ്റെ താഴെ വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള റെഡ് കളർ സ്ക്വയറിൽ ഒരു റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈലൻസറിൻ്റെ കുറിച്ച് സംസാരിക്കാം. സൈലൻസർ വരുന്നത് വളരെയധികം സ്പോർട്ടി ആയിട്ടുള്ള ഒരു സൗണ്ടോട് കൂടിയാണ്. അതുകൂടെ സൈലൻസർ പ്രൊട്ടക്ടർ വരുന്ന ഒരു 3 പീസ് ജോയിൻ്റ് ആയിട്ടുള്ള ടൈപ്പാണ്. ഒരു വളരെയധികം ഹാർഡായിട്ടുള്ള ഫൈബർ മെറ്റീരിയലിലാണ് സൈലൻസർ ഷീൽഡ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അത്യാവശ്യം സ്ക്രാച്ച് കാര്യങ്ങളെല്ലാം പ്രിവെൻറ്റ് ചെയ്യുന്നതാണ്. 125cc എയർ കൂൾഡ് എഞ്ചിനാണ് യമഹ റേ ZR ഹൈബ്രിഡിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ബാക്ക് മഡ് ഗാർഡിൻ്റെ സൈഡിലും റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് വീല് വരുന്നത് അലോയ് വീല് തന്നെയാണ്. കൂടാതെ ട്യൂബ്ലെസ് ടയേഴ്സാണ് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടയേഴ്സ് വരുന്നത് യൂറോ ഗ്രിപ്പിൻ്റെയാണ്.
10 ഇഞ്ച് സൈസിലെ ടയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് നോർമൽ ഡ്രം ബ്രേക്കാണ് വാഹനത്തിന് നൽകിയിരുന്നത്. എന്നാൽ തന്നെ UBS ബ്രേക്കിംഗ് ഉള്ളതുകൊണ്ട് ഫ്രണ്ടിലെ ബ്രേക്കും ഡിസ്ക് ബ്രേക്ക് കൂടി കമ്പൈൻ ചെയ്ത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ബ്രേക്കിംഗ് കിട്ടാൻ തന്നെ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 125 cc എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ വാൽവ് എഞ്ചിനാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത് ഏകദേശം 8.2 bhp ആണ്. അതുകൂടാതെ ടോർക്ക് വരുന്നത് 10.3 ന്യൂട്ടൺ മീറ്റർ ആണ്. വാഹനത്തിന് കിക്ക് സ്റ്റാർട്ടും അതുകൂടാതെ സെൽഫ് സ്റ്റാർട്ടും കമ്പനി നൽകി. വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് സസ്പെൻഷൻ വരുന്നത് യൂണിറ്റ് സ്വിംഗ് റൈഡ് സസ്പെൻഷനാണത്. ഈ സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ടൈമാണ് ഈ യമഹ റേസ് ZR നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ട്രാവലിംഗ് കുറച്ചുകൂടി എളുപ്പമാക്കുന്നതാണ്, കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് യമഹ റേസ് ZR 2023 ഹൈബ്രിഡ് വേർഷൻ്റെ അട്രാക്റ്റീവായിട്ടുള്ള ഫീച്ചേഴ്സായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. 2023 ലാസ്റ്റ് ഡിസംബറിൽ ഏകദേശം ഇതിൻ്റെ വില വരുന്നത് 1,24,000 രൂപ സംതിങ് ആണ്. ഇനിയിപ്പോൾ ജനുവരി ആകുമ്പോൾ പ്രൈസ് ചേഞ്ച് ആവുന്നുണ്ട്, ഹൈക്ക് ആവുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പുതിയ മെമ്പേഴ്സ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോസ് ഇടാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ദ വാച്ചിങ്.